രാവിലെ എഴുന്നേറ്റപ്പം കണ്ട വാർത്തയാണ് എൻ്റെ നാട്ടിൽ മൊത്തം വെള്ളം കയറി, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി, കൃഷിയിടങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി എന്നാണ് ഞാൻ രാവിലെ വാർത്ത കണ്ടത്. അമ്മ വീട്ടിലില്ലായിരുന്നതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ താമസിച്ചു. രാവിലെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഉഗ്രം മഴയാണ്, മഴ തുറന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പണി മൊത്തം ഞാൻ എടുക്കണം. വീട്ടിൽ ഒരുപാട് മുയലും മുയലിൻ്റെ കുഞ്ഞുങ്ങളും താറാവും അങ്ങനത്തെ ഒരുപാട് ജീവികളുണ്ട്. ഇവർക്കെല്ലാം തീറ്റ കൊടുക്കണം, മുയലിന് ചപ്പ് കുത്തിക്കൊണ്ട് വരണം. എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന ചിക്കൻ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചു. അതുപോലെ തന്നെ രാവിലെ പപ്പ ടൗണിൽ പോയപ്പം പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു. ചിക്കന് മസാല ഉണ്ടാക്കി കറിയും വെച്ച് അതായത് 2 ഉരുളക്കിഴങ്ങും അരിഞ്ഞിട്ട്, കാരണം കുറച്ച് എരിവ് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട്. പാക്കറ്റ് പൊറോട്ട ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് അതും ചൂടാക്കി ഒരു ഗ്ലാസ് കട്ടൻ ചായയും വെച്ചു, മടാന്ന് തിന്നു. എന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങണം. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല മഴയാണ് എൻ്റെ നാട്ടിൽ. ഒരാഴ്ചയായി മഴ തുടങ്ങിയിട്ട്. എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്. ഞാൻ പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. ഒരു രക്ഷയില്ല, മുടിഞ്ഞ കാറ്റാണ്. എന്തായാലും എന്താ പറയുക, നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച്, കുറേ പേരുടെ വീടൊക്കെ പോയി, കിണറെല്ലാം ഇടിഞ്ഞു പോയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കയറിയ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എൻ്റെ വേക്കിൽ വെള്ളം കയറി കിടക്കുകയാണ് കണ്ടോ. എന്ന് വെച്ചാൽ പോകുന്ന വഴിയുടെ സൈഡിൽ കൂടി റോഡുകളൊക്കെ പരമാവധി പൊങ്ങിയത് കൊണ്ട് റോഡിലോട്ടൊന്നും വെള്ളം കയറുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മഴയത്ത് വെള്ളമൊക്കെ റോഡിലോട്ട് കയറി വരേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പണിയെടുക്കുന്ന പല സ്ഥലങ്ങളും വെള്ളത്തിൽ മൂടിപ്പോയി. ഇതൊക്കെ വെള്ളത്തിൽ ഇപ്പോൾ മൂടി കിടക്കുകയാണ്. ഇതുണ്ടോ, ഇത് മറ്റേ കട്ട, സിമെൻറ്റ് കട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ്. വെള്ളം കയറി, ഇതിപ്പം റോഡാണ്. റോഡ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ പ്രദേശം മൊത്തം വെള്ളമാണ്. കാരണം ഇതൊക്കെ വയൽ ഏരിയയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും വെള്ളമാണ്, നിങ്ങൾക്ക് കാണാം. ശരിക്കും ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാൽ ഇങ്ങോട്ട് റോഡിലോട്ട് വെള്ളം കയറും. നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇത് വെള്ളം, ഇത് വയലാണ്, പിന്നെ ഇത് നേരെ റോഡ്. ഒന്ന് ശരിക്കും ഇതായിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വെള്ളം കയറും. ഇവിടെ വാഴപ്പിണ്ടിയൊക്കെ പൊന്തി കിടക്കുന്നുണ്ട്. വാഴക്കൊല കൊത്തി കൊടുത്താൽ പിണ്ടിങ്ങനെ പൊന്തി കിടക്കും. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ എന്താക്കും, ഇതിങ്ങനെ വാഴപ്പിണ്ടി കോർത്തിട്ട് ചെങ്ങാടുണ്ടാക്കുമായിരുന്നു. ഇപ്പോഴൊന്നും അതൊന്നും കാണാറില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സുലഭമായിരുന്നു സംഭവം. വെള്ളം കയറി തുടങ്ങി കേട്ടോ, റോഡിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മഴയായിട്ടുണ്ടെങ്കിൽ ഇതാ റോഡിലോട്ട് നേരെ, ഇതാണ് റോഡ്. ശരിക്കും എന്തായാലും കയറും, അത്രത്തോളം വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അധികം താമസിക്കാതെ തന്നെ ഇപ്പോൾ റോഡിലോട്ട് വെള്ളം ആയിക്കോളും. എന്തായാലും മഴ നിന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ. നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. സ്ഥലത്ത് കൂടി പോകാനുണ്ട്, അപ്പുറ സ്ഥലത്ത് കൂടി. ഞങ്ങളുടെ ടൗൺ ഏരിയകളെല്ലാം കയറി വരുന്ന വഴികളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ 2 സ്ഥലത്ത് കൂടി പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളോട് കാണാം. പോകുന്ന കാര്യം വന്നപ്പം അപ്പൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പൻ ഇപ്പോൾ കൊണ്ട കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പൻ്റെ കൂടെ പോയി നോക്കാം. നിറച്ചും വെള്ളം. വണ്ടി വരുന്ന റോഡാണ്. അപ്പോൾ എന്തായാലും റോട്ടിൽ കൂടി നിറച്ച് വെള്ളമാണ്. വെള്ളം വണ്ടി കൂടെ പോകുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോയതാണ്. ഫുള്ള് കോമഡിയാണ്. എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ. ഇങ്ങനെ വെള്ളം മഴ പെയ്ത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുറ്റും വെള്ളമായിരിക്കും. കണ്ടോ, പുഴ പോലെ ഇങ്ങനെ കിടക്കാം, തിരിയുന്നില്ല. റോഡ് ഏതാ വഴി ഏതാ തിരിയില്ല. അതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ. വണ്ടി തിരിക്കുകയാണ്, ഇവിടുന്ന് വണ്ടി മഴ പോവില്ല. അപ്പോൾ എന്തായാലും വണ്ടി തിരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പം വെള്ളം കാണിക്കാൻ വന്ന് കൊണ്ടുവന്നാണ്, വെള്ളം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. എന്തായാലും നന്നായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ ഇത് കേട്ടോ, എൻ്റെ ചുറ്റും വെള്ളമാണ്, എങ്ങോട്ട് തിരിച്ചാലും വെള്ളമാണ്. അതേപോലെ മഴയും പെയ്യുന്നുണ്ട്. ഇതിപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും, ഇന്ന് വൈകുന്നേരത്തേക്കും മഴ ഇങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ ഒരു കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെള്ളമാവും. അപ്പോൾ ഞങ്ങളെ പാലത്തിൻ്റെ സൈഡൊക്കെ എല്ലാ സൈഡും ഏത് വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതാണ്. ഇനി ഞങ്ങളവിടെ പനന്തറ പാലമുണ്ട്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് ചെന്ന് നോക്കണം ഞങ്ങൾക്ക്.